നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പകത്ത് വളരെ നിർണായകമായ പല കേസുകളിലും വളരെ വ്യക്തവും സുതാര്യവും കൃത്യതയാർന്നതുമായ ചില മാർഗനിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, നമ്മുടെ അറിയിപ്പുകളൊക്കെ വ്യക്തമായി പുറപ്പെടുവിക്കുന്നൊരു നീതിന്യായ പീഠമാണ് അല്ലേ. അദ്ദേഹം ഈ ഇടയ്ക്കൊരു ഒന്ന് രണ്ട് വ്യക്തികളെ 24 മണിക്കൂറിൽ BNS നിർദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് 24 മണിക്കൂർക്കുള്ളിൽ തടങ്കലിൽ വെച്ചു. പിന്നീടാണ് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് അവർ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജികളിൽ. അതിൽ വളരെ വ്യക്തത വരുത്തി. ആരെയൊക്കെ ഈ 24 മണിക്കൂറിനപ്പുറം കരുതൽ തടങ്കലിൽ വയ്ക്കാം, ആരെയൊക്കെ അറസ്റ്റ് ചെയ്താൽ ഉടനെ ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഹൈക്കോടതി ആ കേരള പോലീസിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊരു കോമണായിട്ട് പറയുന്നത്, ഈ കേസ് അന്വേഷണത്തിനായിട്ട് ഔദ്യോഗികമായി രേഖപ്പെടുത്താതെ തന്നെ കസ്റ്റഡിയിൽ വയ്ക്കാനായിട്ട് ചില നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. അത് നമ്മുടെ അഡ്വക്കേറ്റ്സിനും കൂടി, ക്രിമിനൽ അഡ്വക്കേറ്റ്സിനും കൂടി അവർക്കൊരു അവയർനെസ് കൊടുക്കാനും അവർക്കൊന്നുകൂടി ഒരു വ്യക്തത വരുത്താനും വേണ്ടിയിട്ടാണ്. അതായത് ലഹരി പദാർത്ഥ വിരുദ്ധ നിയമം NDPS, പിന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം PMLA, മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, പിന്നെ കസ്റ്റംസ് നിയമം. ഇത്തരം ഇതിന് വേണമെങ്കിൽ തടങ്കലിൽ വയ്ക്കാൻ, കാരണം തെളിവ് കിട്ടുന്നത് വരെ. BNS-ന്റെ 171(1) പ്രകാരം മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിക്കാം. അത് മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് നിയമവിരുദ്ധമായ കസ്റ്റഡി അല്ല എന്നുകൂടി ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വിളിച്ചു വരുത്താം, എത്ര മണിക്കൂർ വേണമെങ്കിലും തടങ്കിൽ വയ്ക്കാം, അത് ചോദ്യം ചെയ്യൽ 24 മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലും തുടരാം. പ്രത്യേകിച്ച് നമ്മുടെ ലഹരി കൈവശം വയ്ക്കൽ വിരുദ്ധ നിയമം, അതുപോലെ തന്നെ PMLA, മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ, പിന്നെ കസ്റ്റംസ് നിയമം, അങ്ങനെയുള്ള നിയമങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പ്രത്യക്ഷമായ പരോക്ഷമായ നമ്മുടെ EDക്ക് ഒരല്പം കൂടി EDയുടെ നീക്കങ്ങൾക്ക് അല്പം കരുത്ത് പോരുന്നതാണ് അല്ലേ? തീർച്ചയായും. നേരത്തെ തന്നെ നമുക്ക് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉണ്ടായിരുന്നു, കരുതൽ തടങ്കലുണ്ടായിരുന്നു. അതിന് 24 മണിക്കൂർ ലിമിറ്റ് ബാധകമല്ലായിരുന്നു. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ അഥവാ നിയമപരമായ ആർട്ടിക്കിൾ 22 കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ആർട്ടിക്കിൾ 22 പ്രകാരം ഈ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, അഡ്വക്കേറ്റിനെ കൊടുക്കണം, അവർക്ക് മറ്റേ ബന്ധുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള നിയമപരമായ അവകാശങ്ങൾ. പക്ഷേ രാജ്യത്തിനെതിരായിട്ട കാര്യങ്ങൾ വന്നാൽ, ഇപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാം. കസ്റ്റംസ് പ്രൊവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 179(1) പ്രകാരം നോട്ടീസ് കൊടുത്ത് വിളിച്ച് വരുത്തുമ്പോഴും ഈ രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തീർച്ചയായും EDക്ക് ഇതൊരു മേൽക്കൈ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നും കൂടെ ഒരു അവെയർ ചെയ്താണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ ബോധ്യപ്പെടുത്തിയതാണ് ആൾക്കാരെ. കാരണം ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ഒക്കെ ഭാഗമായിട്ട് പലരും ഈ കേസുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ബന്ധുക്കൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചനയിൽ പറഞ്ഞതുപോലെ വീണ തൈക്കണ്ടിയുടെയൊക്കെ ബന്ധുക്കൾ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. വക്കീലന്മാരെക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഈ രീതിയിൽ നോട്ടീസ് കൊടുത്തു, അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ കേസിലോ കസ്റ്റംസുമായി ബന്ധപ്പെട്ട കേസിലോ ഒക്കെ അവരെ പിടിച്ച് ഇരുത്തിയതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് വേണമോ ഹാജരാക്കാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റില്ല. പിന്നെ സ്ഥിരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഫെഡറൽ സ്ട്രക്ചർ, ജനാധിപത്യം, ഇത് മറ്റത്, ആന പൂന ചേന, ഇതൊന്നും ഇവിടെ ബാധകമേ അല്ല എന്ന് കോടതി പറയുകയാണ്. മറ്റൊരു തരത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരോട് പറയുകയാണ്, ഈ ഹർജികളുമായിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. അതായത് ഈ വീണ വിജയൻ ഉൾപ്പെട്ട, മുഹമ്മദ് റിയാസ് ഉൾപ്പെട്ട, റിയാസിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട ഈ കേസിൽ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, കോഴിക്കോട്ടെ സുഹൃത്തുക്കളടുത്തൊക്കെ ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസുകൾ, ഈ ശശിധരൻ കർത്തയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുണ്ട് CMRL, ഇനി ഹർജികളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട ഹൈക്കോടതിയിലേക്ക്. കാരണം നിങ്ങളെ 24 മണിക്കൂറിനപ്പുറവും നിങ്ങളെ തടങ്കലിൽ വയ്ക്കാം. ആർക്ക്? EDക്ക്. PMLA
നിയമം ചുമത്തിയാൽ അല്ലെങ്കിൽ കസ്റ്റംസ് നിയമം ചുമത്തിയാൽ നിങ്ങൾ 24 മണിക്കൂറിന് അപ്പുറവും കസ്റ്റഡിയിൽ വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യാം, തെളിവ് കിട്ടുന്നവരെ ചോദ്യം ചെയ്യാം. അതിന് വകുപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അകാരണമായി കസ്റ്റഡിയിലെടുത്തു, വിട്ട് കിട്ടുന്നില്ല, ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ, ഓണം കഴിഞ്ഞാലുള്ള ആഴ്ചകളിൽ വീണ്ടും ഇത് സജീവമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒരു ഹൈക്കോടതി അങ്ങോട്ടൊരു മുൻകൂർ ഒരു കേവിറ്റ് ഹർജി ഇങ്ങോട്ട് ഇടുന്നത് പോലെ അല്ലെ, ഒരു കേവിറ്റ് ഹർജി മുൻകൂർ ജാമ്യം ഹൈക്കോടതി ഞങ്ങൾക്ക് വേറെ സമയമുണ്ട്. കാരണം ഈ വെക്കേഷൻ, ഈ ഓണം വെക്കേഷൻ്റെ ഒരാഴ്ചത്തെ കേസ് മൊത്തം പെൻഡിങ് ആണ്. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സുപ്രധാനമായ കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പെൻഡിങ് ആണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഫയൽ തീർക്കാൻ, കേസ് കെട്ടിക്കിടക്കുന്ന കേസ് തീർക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇതുമായിട്ട് അപ്പം അറിയാം വീണ വിജയൻ മാത്രമല്ല വരുന്നത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വരും, വീണ വിജയൻ വരും, ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് വരും, പിന്നെ റിയാസിൻ്റെ 4-5 സുഹൃത്തുക്കളുണ്ട്, ഇവർ വരും. പിന്നെ വീണ്ടും ശശിധരൻ കർത്ത ആൾറെഡി കർത്തയും മകൻ ശരൺ കർത്തയും ഭാര്യയും മകളും ഒക്കെ ഈ ഹൈക്കോടതി പലതരത്തിൽ കേസ് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തൊരു കേസിലാണ് ഫെമ കേസ്. ഫെമ ഇവർ FCR അല്ലല്ലോ, അങ്ങനെ കൊടുത്തൊരു കേസിൽ ഈ ഒരു വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കരുത്, ഈ ഹർജിയൊക്കെ തള്ളണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ എക്സാലോജിക്കിന് ഒഴിച്ചു നിർത്തി CMRലൊരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജിയിലാണ് ഹൈക്കോടതി പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് EDക്ക് നിങ്ങളുടെ കേസിന് മുമ്പോട്ട് പോകാം അല്ലേ. അതെ അതെ. അല്ല, ഇത് ക്യാപ്റ്റനെയും സഹകളിക്കാരെയും കൂടി ഒരുമിച്ചിരുത്തി നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഒന്ന് കൂടി സൂചിപ്പിച്ചോട്ടെ, നേരത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞത് ജനാധിപത്യത്തെ കളിയാക്കിയിട്ടില്ല, അവർ അസ്ഥാനത്ത് ഈ ജനാധിപത്യം ഉപയോഗിക്കുന്നുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ചർച്ചയിൽ നിന്ന് എടുത്തിട്ട് ജനാധിപത്യം, ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ജനാധിപത്യത്തെ ഇത് കളിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം SFIO നൽകിയ SFIOയുടെ പ്രൊസീഡിങ്സ് ഒക്കെ അവിടെ തടഞ്ഞു വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഹൈക്കോടതി പറഞ്ഞത് SFIO കണ്ടെത്തിയ ഫൈൻഡിങ്സ് 53 വാല്യൂമുള്ള ആ ഫൈൻഡിങ്സ് മൊത്തം EDക്ക് കൈമാറാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ ഹർജി കൊടുത്തവർക്ക് ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന അവസ്ഥയായിട്ടുണ്ട് അവർക്ക്. തീർച്ചയായും. അല്ല, ഇവർക്ക് ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒന്നും വളരെ വലിയ ബോധ്യമില്ല. ഇവർ ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ട് താളത്തിനുള്ളിൽ തുള്ളി കോടതിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേസുകൾ കുറേ ആയി. കാരണം ഇനിയിപ്പോൾ ഇവരുടെ മുകളിൽ, അതായത് ഇവരുടെ കേസുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ VD സതീശനുള്ളത്. അതെ, കിഫ്ബി പോലൊരു പ്രത്യേക ഒരു സർവ്വ സ്വതന്ത്ര അധികാരങ്ങളുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ആയാലും കുഴപ്പമില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആയാലും കഴിഞ്ഞ 10 വർഷത്തെ സ്വതന്ത്ര ചുമതല ഒരു മന്ത്രിയും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം കാരണം ഒരുപാടായില്ലേ, ഇത് എത്ര കേസാണ്, ഒരു പരിധിയുണ്ടല്ലോ ഇതിനകത്ത്. ഈ ഇപ്പോൾ വീണ വിജയൻ്റെ കാര്യം, വീണ തൈക്കണ്ടിയുടെ കാര്യം, അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, PSC അഴിമതി, ഇപ്പോൾ ഇതാ ഫെമ മറ്റ് കേസുകളുമായി മുന്നോട്ട് പോയി റിപ്പോർട്ടർ ചാനലിനെതിരെ. ആ വിഷയം. അതെ. അപ്പം അതുപോലെ തന്നെ മറ്റ് പല കേസുകളും ഉണ്ട്. ഈ ഏറ്റവും ഇതിൽ രസകരമെന്ന് പറഞ്ഞാൽ ഈ 85 ലക്ഷം രൂപ വീണ വിജയൻ വിദേശത്തേക്ക് അയച്ചു. ആരോട് ചോദിച്ചിട്ട് അയച്ചു? കേന്ദ്രത്തിന്റെ ആരുടെ അനുമതി വാങ്ങി? ഏത് സാമ്പത്തിക ഏജൻസിയുടെ ഇത് നിയന്ത്രിക്കുന്ന അവരറിഞ്ഞോ ഇത്? ഇല്ല, ആരും അറിഞ്ഞില്ല. അറിയാതെ അങ്ങോട്ടേക്ക് അയച്ചതാണ് ഈ 85 ലക്ഷം രൂപ. അതിലാണ് PMLA വേറെ കേസാണ്, മാസപ്പടി കേസ് വേറെ, EDയുടെ. ഇത് ED ഈ സാമ്പത്തിക വിനിമയത്തിൽ ഒരു PMLA ആക്ട് പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവരെല്ലാവരും കൊടുക്കും. അല്ലെ, വീണ വിജയൻ പുറത്തേക്ക് അയച്ച സാമ്പത്തിക, അത് മണി ലൗണ്ടറിങ് ആക്ടിന്റെ ഒക്കെ കാര്യം സൂചിപ്പിച്ചതുപോലെ മണി ലൗണ്ടറിങ്ങിന്റെ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ആ കേസിലും വീണ വിജയനെ ഈ രീതിയിൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീണ വിജയൻ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് 24 മണിക്കൂറല്ല, അതിൽ കൂടുതൽ എടുത്തുകൊണ്ടും അവരെ തടങ്കലിൽ വയ്ക്കാവുന്നതാണ്. അപ്പം ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് മാത്രമല്ല, ഇപ്പം നേരത്തെ അതിൻ്റെ സിം കാർഡിൻ്റെ കൃത്രിമത്വമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട് കണ്ണൂരിലുള്ളതും പിണറായിലുള്ളതും, അതുപോലെ തിരുവനന്തപുരത്ത് 2 കോടിയിൽ പരം മൂല്യം വരുന്ന 2 കോടിയിൽ പരം രൂപ മൂല്യം വരുന്ന
കെട്ടിടമുണ്ട്. അല്ല, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകെട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവരിതിനെ രാഷ്ട്രീയമാക്കിയൊക്കെ നേരിടുമെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ? ഇവരിതുവരെയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിട്ടിട്ടേ ഇല്ല. ഇവർ വിളിച്ചത് മൊത്തം മുദ്രാവാക്യങ്ങളാണ്. മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ കണക്കിനുള്ള ഒരു രീതിയിലുള്ള നൈതികതയും ഇവർ പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു രീതിയിലും ഒരു നിയമപരമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തത്. അതെല്ലാം തന്നെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതിന് മുന്നേ ഒരു കൈയും കാലും ഇട്ട് അടിക്കുന്ന അമർഷങ്ങളായിട്ട് മാത്രമേ ഇവരിപ്പോൾ ചെയ്യുന്ന പരിപാടികളെ കാണാൻ പറ്റുള്ളൂ. നിയമപരമായി ഇവർക്ക് ഒരു രീതിയിലുള്ള അർഹതയുമില്ല. പക്ഷേ അത് മാത്രമല്ല, ഈ കേസ് കൂടുതൽ മുന്നിലേക്ക് പോകുമ്പോൾ വീണ തൈക്കണ്ടിയുടെ സ്ഥാനത്ത് മറ്റാൾക്കാർ മുൻനിരയിലേക്ക് വരുവാനും വീണ തൈക്കണ്ടി പിൻനിരയിലേക്ക് പോകാനും, പ്രതിപട്ടിൽ പിൻനിരയിലേക്ക് പോകാനും വെറും ഒരു ഇടനിലക്കാരി മാത്രമാണെന്നുള്ള മൊഴി വീണ മിക്കവാറും കൊടുക്കും. അതുകൊണ്ട് വീണ കൊടുത്ത മൊഴിയിലാണ്, വീണയുടെ ആ ഒരു റെഡ് ബുക്ക് ഡയറി പരിശോധിച്ചപ്പോഴത്തേക്കാണ് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെയും കണക്ഷൻ ഇഡിക്ക് വ്യക്തമായത്. അവരന്ന് ആ ഡയറി കൊണ്ടുപോയിരുന്നു. മെയ് 27 ഇവിടെ തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ അവർ ആ ഡയറിയെല്ലാം കൈക്കലാക്കിയായിരുന്നു. അപ്പോൾ അതിലെ വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ സുഹൃത്തുക്കളുടെ സൊലേസ്, പിന്നെ മാർബിൾ കട, ക്യാപിറ്റൽ മാർബിൾസ് അങ്ങനെ ഇവർ വഴിയൊക്കെ ഈ പണം വിനിമയം ചെയ്തിട്ടുണ്ട്. അതെല്ലാം മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീണയുടെ വിദേശ ബാങ്കുകൾ, അബുദാബിയിലെ ബാങ്കിലെ, കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ജോയിൻ്റ് അക്കൗണ്ടാണ്. അതിലെ നിക്ഷേപങ്ങൾ, അതുപോലെ വീണയ്ക്ക് മാസം കിട്ടിക്കൊണ്ടിരുന്ന 8 ലക്ഷം രൂപ, 2.72 കോടി രൂപ വീണ അങ്ങനെ CM പറഞ്ഞ് കൈപ്പറ്റിയത് എന്തിന്? ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ED അതിനിടയ്ക്ക് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അസ്വാഭാവികത എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും പ്രയോഗിച്ചു. ED പിന്നെയും വാർത്താക്കുറിപ്പ് ഇറക്കി. അങ്ങനെയല്ല, തെളിവുകളുണ്ട്, ഞങ്ങൾ വീണ്ടും ഇതാ പുറത്തു വെല്ലുവിളിച്ചിരിക്കണം. ഒരു ഓണം, 4 ഓണം ഉണ്ട്, സദ്യക്കുണ്ട്, വേറെ ഉണ്ട്, എല്ലാം പ്രതികളൊക്കെ ഉണ്ടിരിക്കട്ടെ. അതിനുശേഷം ഓണം ആഘോഷം കിട്ടില്ല. ഇനി ആരും അറിയില്ല. ആ 26 പേരെ ബലിയാടാക്കി. ഇപ്പോൾ ഈ ഒരു ചില വിഷയങ്ങളിൽ അവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കേസിൽ ഇടിക്ക് വേണ്ടി ഹാജരാകുന്ന സംസ്ഥാനത്തിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓർക്കണം, അന്ന് മെയ് 27 ഇതേപോലെ പ്രതിഷേധാവിൻ്റെ വീട്ടിന് മുമ്പിൽ വലിയ അക്രമവും പ്രതിഷേധമൊക്കെ നടന്നല്ലോ. അതിനുശേഷം കോട്ടയത്ത് SFI പ്രവർത്തകർ ഒരു മാർച്ച് വെച്ചു EDക്കെതിരെ കോട്ടയത്ത്. പക്ഷേ അതിൽ ആ മാർച്ച് റദ്ദ് ചെയ്യേണ്ടി വന്നു, കാരണം പങ്കെടുക്കാൻ ആളില്ലായിരുന്നു. അതല്ലാതെ സംസ്ഥാനത്ത് ഒരിടത്തും EDക്കെതിരെ ഒരു പ്രതിഷേധം കണ്ടില്ല, ഒരു സമരം കണ്ടില്ല. ഇവർ തൊട്ടനും പിടിച്ചും റോഡിലിറങ്ങി, പ്രതിപക്ഷമല്ലേ, റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതാണ്. നിയമസഭയിലടക്കം ഒരു EDക്കെതിരെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ED നടപടികളിൽ ഒരു പ്രതിഷേധമോ ഒന്നും കണ്ടില്ല. ആകെ കുരുങ്ങിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒന്ന് എതിർത്ത് പറയാൻ നിയമസഭയ്ക്കകത്ത് യുവാക്കളില്ല. ഇനി പുറത്തുകൂടി പിന്തുണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യം. കാരണം ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായി ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, തിരുത്തൽ നടത്താൻ തയ്യാറ്. അതുകൊണ്ടാണ് ഈ അടിത്തറ തന്നെ ഇളകി. കണ്ണൂരിലൊക്കെ തന്നെ അതിൻ്റെ അടിത്തറ ഇളകിയതിൻ്റെയും പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ രീതിയിലുള്ള വലിയ അഴിമതിയിലാണ്. അല്ലാതെ കേവലം ഒരു പണപ്പിരിവ് പേരിൽ വെട്ടിച്ചതോ ഒന്നുമല്ല. ഇനി അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഫെമ ചുമത്തിയിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടി ഇത് കണക്ട് ചെയ്ത് അന്വേഷണത്തിന് വിധേയമാക്കപ്പെടും എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ. അത് ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ, അതായത് പുറത്തേക്ക് പൈസ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവഴി എന്തെങ്കിലും ഒരു ട്രാക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ അമേരിക്കൻ കണക്ഷനാണ് ഇപ്പോൾ. അതായത് പിണറായി വിജയൻ്റെ അതായത് ഔദ്യോഗികമായിട്ടുള്ള അമേരിക്കൻ എല്ലാവരും 30 തവണയോളം വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതിൽ ഔദ്യോഗികമായി സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ടുള്ള യാത്രകളുണ്ട്, അല്ലാതെ സ്വകാര്യ സന്ദർശനവുമുണ്ട്. ഔദ്യോഗികവും സ്വകാര്യവുമുണ്ട്, ചികിത്സയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ബന്ധമുണ്ടോ? കാരണം നമ്മുടെ അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ തന്നെ നേരിട്ട് അർജന്റീനൻ ടീമിനെ കാണാൻ അവിടെ എത്തി എന്നൊക്കെ പറയുമ്പോഴേ അങ്ങ് എടുത്തു ചാടിയുള്ളൊരു സമീപനമായി ഞാനും വരുന്നേ എന്ന് വിളിച്ചുകൊണ്ട് മുന്നേ ഓടുന്ന, വരുന്നവർക്ക് മുന്നേ ഓടി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കുന്നൊരു നീക്കം.
അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ തീർച്ചയായും ഉണ്ട്. ഇതിൽ പക്ഷേ വളരെ വലിയ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളെക്കുറിച്ചുള്ള സംശയങ്ങൾ സത്യത്തിൽ കോടതിയുടെ തലത്തിലും മറ്റ് ഇടങ്ങളിലേക്കുമൊക്കെ ചിലപ്പോൾ വ്യാപിച്ചിരിക്കാം. ശരിക്കും സംസ്ഥാന സർക്കാർ, എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ശരിക്കും സംസ്ഥാന സർക്കാർ ഇതിലൊരു പ്രത്യേക അന്വേഷണം നടത്തേണ്ടതായിരുന്നു. പക്ഷേ ED ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല തലവേദനാകരുതല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഒരു വിഷയം വരുന്നത്, ഈ കോൺഗ്രസിന് ഇതിൽ വലിയ അന്വേഷണം നടത്താനൊന്നും പോകില്ല. താല്പര്യമില്ല. അങ്ങനെ ഇന്ന് ഞാൻ നാളെ നീ, അതെ ഇന്ന് നീ നാളെ ഞാൻ, അതെ അങ്ങനെ അന്വേഷണം നടത്താൻ പോയാൽ മുൻകാലങ്ങളിൽ ഏകദേശം ആന്റണി മന്ത്രിസഭ ഇരുന്നത് മുതൽ ഉള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഇടപെടലുകൾ, തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട ഖനനാനുമതിയുടെ കാര്യത്തിൽ, കരിമണൽ ഖനനാനുമതിയുടെ കാര്യത്തിൽ, അതിനുശേഷം നടന്ന കരിമണൽ ഖനനം, UDFൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ, അതായത് ഈ കർത്തയുടെ ഡയറിക്കുള്ളിൽ പല പേരുകളും കോൺഗ്രസിൻ്റെ ആൾക്കാരുടെ ഉണ്ട്. വലിയ സംഖ്യയൊന്നുമില്ല, പിണറായി വിജയനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ സംഖ്യകളൊന്നും, BJPയുടെ പേരുമുണ്ട്. അതെ നേതാക്കളുടെ പേരുമുണ്ട്. അതെ. അപ്പം പക്ഷെ അത് വളരെ ചെറിയ ഇതാണ്. അപ്പം പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ പലർക്കും, അതായത് വ്യവസായ വകുപ്പിന് ഇതിനകത്തേക്ക്, പ്രത്യേകിച്ചും തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നേരിട്ട് പങ്കുവരാനുള്ള സാധ്യതയുണ്ട്. KSIDCക്ക് ഷെയറുള്ള സ്ഥാപനമാണ് CMR. 15% ഷെയർ അവർക്കുണ്ട്. അല്ല, തീർച്ചയായും അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കാരണം ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. KSIDCയുടെ ഷെയർ 15% പൗരന്മാരുടെ പൈസ കൂടിയാണ് ചെയ്യുന്നത്, നികുതി പണമാണ്. അത് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. അത് തീർച്ചയായും അന്വേഷണ വിധേയമാകും. കോൺഗ്രസിന് ഇതിനകത്ത് അന്വേഷിക്കാനൊന്നും കഴിയില്ല. പക്ഷേ കേന്ദ്രം നേരിട്ടിലേക്ക് അന്വേഷണം നടത്തിയാൽ ഇന്നിടതുപക്ഷം കുടുങ്ങുന്നത് പോലെ തന്നെ നാളെ ചിലപ്പോൾ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലും അതെ പലർക്കും പിടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അവർ അങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നില്ല. പക്ഷേ നീക്കം നടക്കും, അന്വേഷണങ്ങൾ നടക്കും, ആ മേഖലയിൽ കൂടി നടക്കും. ഇത് രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം കരിമണൽ എന്ന് പറയുമ്പോൾ സാധാരണ ഒന്നല്ലല്ലോ, തോറിയമാണല്ലോ. തോറിയം നമ്മുടെ അടുത്ത ജനറേഷൻ ആണവ റിയാക്ടേഴ്സിനും ആണവ ഇന്ധനത്തിൻ്റെ ഭാഗമാണ്. തോറിയം റിയാക്ടേഴ്സും തോറിയം ഉപയോഗിച്ചുള്ള ആണവ ഇന്ധനം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള മേഖലയിൽ ഒന്ന് കേരളമാണ്. അത് നമ്മുടെ ഈ വർക്കല ഉൾപ്പെടെ വരുന്ന ബെൽറ്റ് അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്, അതിലെ കുറ്റക്കാരെ പുറത്ത് വരേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇതിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലോ മറ്റേതെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാജ്യസുരക്ഷയും കൂടെ പരിഗണിച്ചുകൊണ്ട് അത്തരം ആൾക്കാരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടാൽ അവർക്ക് കുറച്ച് നാൾ ആ ജയിലിൽ കഴിയേണ്ടി വരും. അന്വേഷണം പൂർണ്ണമായും നടത്തി തൃപ്തികരമായ സാഹചര്യത്തിൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും തന്നെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കുടുങ്ങുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ എന്താണ് സംഭവിക്കുക. കാരണം ഓണം കഴിഞ്ഞുള്ള ആഴ്ച വളരെ നിർണായകമാണ് UDFനും LDFനും പ്രത്യേകിച്ച് CPMനും. കാരണം ഈയൊരു ED കേസ് അതുമാത്രമല്ല, ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ തട്ടിപ്പ് കേസിലും ചീറ്റിംഗ് കേസിലും ഒക്കെ ഫെമ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. PMLA പല കേസ്, കരൂരിലടക്കം പല തട്ടിപ്പുകളിലും ബാങ്ക് തട്ടിപ്പുകളിലുമൊക്കെ PMLA വകുപ്പുകൾ ചുമത്തി നിലവിൽ കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ, ഇങ്ങോട്ടൊന്നും വരേണ്ട, ആവശ്യമില്ലാതെ ഹർജികളൊന്നും ഇങ്ങോട്ട് വരേണ്ട എന്നൊരു പരോക്ഷമായ സൂചന തന്നെയാണ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ നമ്മുടെ CPMലെ ഈ മാസപ്പടി കേസിലെ അടക്കം പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്.